നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ MLA ഒരു വീഡിയോ കാണാനിടയായി. പൂഞ്ഞാർ തെക്കേക്കരയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി പൊളിഞ്ഞുകിടക്കുന്ന ഒരു റോഡ് ടാർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP നടത്തിയ സമരത്തിലാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയത്. തീർച്ചയായിട്ടും BJP തടയുമെന്ന് പറഞ്ഞാൽ തടയുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ വേണ്ട. കാരണം ഇത്രയും നിഷ്ക്രിയമായി അത് ആശുപത്രിയുടെ മുമ്പിൽ ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഒരു അത്യാവശ്യ കാര്യത്തിന് ആശുപത്രിയിൽ പോലും പോകാൻ മേലാത്ത സാഹചര്യത്തിലാണെന്ന് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ജനതയുള്ളത്. അത്ര ദയനീയമാണ്. അത് ടാർ ചെയ്യുക തന്നെ വേണം. MLA ഒരു സംശയം വേണ്ട. ഇനി ആവർത്തിക്കുന്നു, ടാർ ചെയ്യുക തന്നെ ചെയ്യണം. അത് നിങ്ങൾ എന്റെ വീടിന് മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ നിങ്ങളുമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ആ റോഡ് ടാർ ചെയ്യാതെ MLA എന്ന നിലയിൽ നിങ്ങൾ ആരാണെന്നുള്ള എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. കാരണം നിങ്ങൾ ഈ നാട്ടിലേക്ക് കുടിയിറക്കപ്പെട്ട ആളാണ്, അല്ലാതെ ഈ നാട്ടുകാരനായ വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്നുള്ള എന്റെ പ്രശ്നമല്ല. പക്ഷെ MLA എന്ന നിലയിൽ നിങ്ങൾ അവിടെ പോകുന്നതിനെയാണ് ഞാൻ വിമർശിച്ചതും. അത് റോഡ് ടാർ ചെയ്തില്ലേ തടയുമെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്? പരസ്യ സംവാദത്തിന് നിങ്ങൾ വിളിക്കും, ഞാൻ വെല്ലുവിളിക്കും. നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ എനിക്ക് വീടിന്റെ തൊട്ടടുത്തുള്ള കവലയിൽ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഇരാറ്റുപേട്ട. ഇരാറ്റുപേട്ടയിലുള്ള നിങ്ങളുടെ കൂടെ കുറച്ച് തീവ്രവാദികളുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ഇരാറ്റുപേട്ടയിൽ എല്ലാവരും തീവ്രവാദികളാണെന്ന് വിചാരിക്കരുത്. ഇവരെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരാറ്റുപേട്ടയിൽ തന്നെ ജീവിക്കുന്നവനാണ് ഷോൺ ജോർജ്. നിങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ചല്ലോ. ആ ജംഗ്ഷനിൽ പൂഞ്ഞാറിനെ കുറിച്ചുള്ള PC ജോർജിന്റെ കാലത്ത് നടന്ന വികസനവും താങ്കളുടെ കാലത്ത് നടന്ന വികസനത്തെക്കുറിച്ച് ആ പറഞ്ഞ എന്റെ വീടിന് മുമ്പിലുള്ള അതേ ചേന്നാട് കവല, നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ഇറങ്ങാൻ പേടിയാണെന്ന് പറഞ്ഞ ആ ചേന്നാട് കവലയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സംവാദത്തിന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഞാൻ വരാം, ഒരു സംശയം വേണ്ട. പിന്നെ നിങ്ങൾ ആദ്യമായി ജനപ്രതിനിധിയായ കാലത്ത് ഞാൻ നിക്കറിട്ടത് 2005 നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ മെമ്പറായത്. ആ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി നിങ്ങൾ എങ്ങനെ മാണി ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൽ എത്തിയെന്ന് ഞാൻ പറയാതെ തന്നെ നാട്ടുകാർക്കറിയാം. പിന്നെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ജനപ്രിയ കാലത്ത് ഞാൻ അന്ന് KSCയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. പിന്നെ ഒരു കാര്യം വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് 60-ലധികം വയസ്സും എനിക്ക് 42 വയസ്സും തമ്മിലുള്ള വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ട്. എനിക്ക് അപ്പന് മുമ്പ് ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അത് എന്റെ കുഴപ്പമല്ല. പിന്നെ പെരുവന്താനങ്കാരൻ കുളത്തിങ്ങൽ സെബാസ്റ്റ്യന് എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കാര്യം എടുത്തു പറയുന്നു, എന്റെ വീട്ടിൽ നിന്ന് ഭാര്യ നാട്ടുകാരെ കൂട്ടി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. എന്നോട് കൂടുതൽ പറയിപ്പിക്കരുത്. പിന്നെ വികസന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന ഇരാറ്റുപേട്ട വാഗമൺ റോഡിന് 66 കോടി രൂപയുടെ ഭരണാനുമതി ഉണ്ടായിരുന്നു PC ജോർജ് ഇറങ്ങിപ്പോരുമ്പോൾ. അതിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ആരംഭിച്ചു. സ്ഥലം ഏറ്റെടുക്കാതെ റോഡ് പണിയാൻ പറ്റുമോ? സ്ഥലമേറ്റെടുപ്പ് പണികൾ ആരംഭിച്ച് 8 മീറ്റർ വീതിയിൽ ഇവിടെ മുതൽ വാഗമണ്ണ് വരെ അത്യാധുനിക സൗകര്യത്തോടു കൂടി റോഡ് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ 19 കോടി രൂപയ്ക്ക് ആ റോഡ് പണിതിട്ട് പോയി. ബാക്കി 46 കോടി രൂപ എന്ത് ചെയ്യും? ഇവിടെ പറയണം. നിങ്ങൾ ഈ നാട്ടിൽ ഇപ്പോ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയില് പശ്ചിമ റോഡ് എവിടെ പോയി? 5 വർഷമായിട്ട് അത് തകർന്ന് കിടക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ 12 BMBC റോഡ് നിങ്ങൾ പൂഞ്ഞാറ്റിപ്പണം എന്ന് പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളൊന്ന് പറയാമോ ഈ 12 BMBC റോഡ് PC ജോർജിന്റെ കാലത്ത് AS കിട്ടിയതല്ലാത്ത 12 BMBC റോഡ് നിങ്ങൾ എവിടെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ജലജീവൻ മിഷൻ എത്ര 2 വർഷമായി ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് കോടാനുകോടികളാണ് ഇതിനെ ചെലവഴിച്ചിട്ടുള്ളത്. ഒരു വീട്ടിൽ വെള്ളം എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? ഒരു വീട്ടിൽ? ഇതിന് പറയുന്നതിനാണ് കുഴപ്പം. അപ്പൊ ഞങ്ങൾ ആരും മിണ്ടാൻ പാടുന്നുള്ളൂ. പറയുക തന്നെ ചെയ്യും BJP പറയുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഇതിനകത്ത് പിന്നെ ഷോൺ ജോർജിനെ ലാത്തി ചാർജ് അടിച്ചിട്ട് ഒരു കാര്യം കുളത്തിങ്ക, എന്നെ പോലീസ് അടിച്ചത് പെണ്ണ് പിടിച്ചിട്ടല്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്നെ പോലീസ് അടിച്ച് എന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് KF കുര്യന് നേരെ പോലീസ് മർദ്ദനമുണ്ടായപ്പോൾ അത് ചോദിക്കാൻ ചെന്ന് ഒറ്റയ്ക്ക് നിന്ന് 10-70ഓളം പോലീസുകാരോട് ഒറ്റയ്ക്ക് ചോദിക്കാൻ പോയപ്പോഴാണ് ഷോൺ ജോർജിന് മർദ്ദനം അയച്ചത്. നാട്ടുകാരല്ല, പോലീസുകാരാണ്. ഒരു കാര്യം കൂടെ പറയുന്നു, ആ പോലീസുകാരും കഴിഞ്ഞ 10-12 വർഷമായിട്ട് ആ പോലീസുകാരും മര്യാദയ്ക്ക് പ്രൊമോഷൻ മേടിച്ചിട്ടില്ല. അത് അവരോട് ചോദിച്ചാൽ, അന്നത്തെ DYSP ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിച്ചാൽ അവർക്കറിയും. പിന്നെ ഒരു ലോക്കൽ പോസ്റ്റിംഗ് പോലും ആ DYSP വന്നിട്ടില്ല. അതിനുള്ള പണിയൊക്കെ ഷോൺ ജോർജിനറിയാം. അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഒരു സംസ്കാരം അനുസരിച്ച് നിങ്ങളിത് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു MLA എന്ന നിലയിൽ കുറച്ചുകൂടെ സംസ്കാരത്തോടു കൂടിയൊക്കെ നിങ്ങൾ വർത്താനം പറയണമായിരുന്നു എന്നുള്ള എളിയ അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയപരമായിട്ടാണ് ഈ വിഷയത്തെ കണ്ടത്. ആ രാഷ്ട്രീയപരമായി തന്നെയാണ് ഈ വിഷയത്തെ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ നിങ്ങൾ ആരോപിച്ച വിഷയങ്ങളൊക്കെ വളരെ 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 മോശമായി പോയി എന്നുള്ള കാര്യം തന്നെയല്ല. പിന്നെ നിങ്ങളുടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്നപ്പോഴാണ്
കേരള സംസ്ഥാനത്ത് വികസന കാര്യങ്ങളിൽ 14ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തായിട്ട് കോട്ടയം മാറിയത് കൂടുതൽ എന്നെ കൊണ്ട് വിളമ്പിക്കരുത്. നന്ദി, നമസ്കാരം.